മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒളിയം പെയ്തും സിപിഐഎം ആലപ്പുഴ നേതൃത്വത്തെ കടന്നാക്രമിച്ചും മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ. തെരഞ്ഞെടുപ്പിലെ 2 ടേം വ്യവസ്ഥ എല്ലാവരും പാലിക്കുന്നില്ലെന്ന് 24-ന്റെ ഫോർ ദ പീപ്പിളിൽ ജി സുധാകരൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ ക്രിമിനൽ സംഘങ്ങളുണ്ടെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സിപിഐഎമ്മിലെ 2 ടേം വ്യവസ്ഥയിൽ തുറന്നടിക്കുകയാണ് ജി സുധാകരൻ. എല്ലാവരുടെയും കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പം ആ 2 ടേം എന്നുള്ളത് വേണോ എന്നുള്ളത് പാർട്ടിയുടെ നേതൃത്വം സ്വീകരിക്കേണ്ടതാണ്. പാർട്ടി തെറ്റ് കാണിച്ചതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് തിരുത്തലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭാവികാല ഫലങ്ങൾ ചില തീരുമാനങ്ങൾക്ക് ഭാവികാല ഫലത്തിൽ ഗുണകരമായിരിക്കില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു പാർട്ടിയിലുണ്ട്. കാരണം ഈ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിട്ടയർമെൻറ്റ് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമില്ല. തിരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും ജി സുധാകരൻ 24-നോട് പറഞ്ഞു. ആലപ്പുഴ സിപിഐഎം ജില്ലാ നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനം. അല്ല, എന്തുകൊണ്ടാണ് സർക്കാർ പരിപാടികളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും താങ്കളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം? അകറ്റി നിർത്തുന്നത് ഇവിടുത്തെ ജില്ലാ നേതൃത്വം. അവർക്ക് നമ്മൾ ആവശ്യമുള്ളതുകൊണ്ട്, അവർക്ക് പ്രാഗൽഭ്യമുണ്ട്, അവർക്കെല്ലാം അറിവുണ്ട്. അവർ നടത്തും. എനിക്ക് തർക്കമില്ല, ഞാൻ പരാതി കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇന്നേ വരെ ഒരു പരാതി സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്തു. അറിയാമോ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ 63 വർഷമായി ഞാൻ പാർട്ടി മെമ്പറായിട്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ലെന്നും ജി സുധാകരൻ. മന്ത്രിമാരിൽ നിന്നുള്ള അവഗണന നേരിട്ടു. വൈറ്റിലപ്പാലം പൊളിച്ചു കളയണമെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന തന്നോടോ പൊതുമരാമത്ത് മന്ത്രിയോടോ ആലോചിക്കാതെയെന്നും ജി സുധാകരൻ പറഞ്ഞു. 24-ന്റെ ഫോർ ദ പീപ്പിൾ അഭിമുഖ പരിപാടിയിലാണ് ജി സുധാകരന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.